നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവനിങ് ടീ കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അമൃതം പൊടി കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യാൻ പോകുന്നത്. മെഷറിംഗ് കപ്പ് വേണ്ട, ബീറ്റർ വേണ്ട, അതേപോലെ തന്നെ ഓവനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ എല്ലാം ഒരു മിക്സിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും മറക്കാതെ ഒന്ന് കൊടുത്തേക്കണം. എന്നാലേ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് മറക്കാതെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. ടീ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഗ്ലാസ്സാണ് നമ്മൾ മെഷറിംഗ് കപ്പായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഒരു ഗ്ലാസ് മുഴുവനായിട്ടും മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്കിത് നന്നായിട്ട് 3 തവണ അരിച്ചെടുക്കണേ. എന്നാലേ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നന്നായിട്ട് മിക്സായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് 3/4 ഗ്ലാസ് പഞ്ചസാരയാണ്. നമ്മൾ നേരത്തെ എടുത്ത അതേ സെയിം ഗ്ലാസിൻ്റെ 3/4 ഭാഗം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു മുട്ട പൊടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്നെടുത്ത മുട്ടയാണെങ്കിൽ ഒന്ന് പുറത്ത് വെച്ചേക്കണേ, തണുപ്പ് മാറിയിട്ട് ചെയ്യാം. പിന്നെ സെയിം ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി. അത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദയുടെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ഗ്ലാസ് തൈരിൻ്റെ പകുതി ഭാഗം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ചൂടായി പോകാതെ ഒരു മിനിറ്റിൻ്റെ താഴെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് മിക്സായി മാത്രം വന്നാൽ മതി. അതിനുശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന തൈരും കൂടെ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സാകാൻ വേണ്ടി മാത്രം മിക്സിയിലിട്ട് അടിച്ചാൽ മതിയേ. ഇനി നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കാം. ഇതിന് പകരം സ്റ്റീലിൻ്റെ പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവിയിട്ട് ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പർ വട്ടത്തിൽ വെട്ടിയെടുത്തിട്ട് അതിലോട്ട് വെച്ച് കൊടുത്തതാണ് ഇത്. ഇനി നമ്മുടെ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പുറത്തോട്ട് പോകട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ കുക്കർ വിസിലൂരി മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അടച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട്, അതായത് വിസിൽ ഊരി മാറ്റിയതിന് ശേഷമാണ് കേട്ടോ മൂടി വെച്ചിട്ട്, ആദ്യത്തെ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കാനേ പാടില്ല. നല്ല മണം വരുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഏതാണ് ആദ്യം എന്ന് വെച്ചാൽ, ആദ്യം 20 മിനിറ്റ് ആണെങ്കിൽ അപ്പോൾ തുറന്ന് നോക്കാം, അല്ലെങ്കിൽ നല്ല മണം വരുന്നത് എപ്പോഴാണോ അപ്പോൾ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഉള്ളൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും കുക്കായി വരുമ്പോഴേ നമുക്ക് നല്ല മണം വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് മാറ്റാം. ഇനി ഞാനിത് ഈ പ്ലേറ്റിലോട്ട് ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. നമ്മൾ പേപ്പറൊക്കെ വെച്ചത് കൊണ്ട് അടിഭാഗമൊന്നും ഒട്ടും കരിയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ചൂടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്കത് ബട്ടർ പേപ്പർ മാറ്റാനും പറ്റുന്നുണ്ട്.
അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ മാറ്റാമെന്ന്. അടിയൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇതിൻ്റെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ അവസാനത്തെ ബാച്ച് ചെയ്യുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. എന്നാൽ നല്ല യെല്ലോ കളറായിട്ട് നമുക്ക് കേക്ക് കിട്ടും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് നമ്മൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് പിന്നെയും ഉണ്ടാക്കാൻ തോന്നും. കാരണം അത്രയും സിമ്പിളാണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നൊരു കേക്കാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ നാവിൽ വെച്ചാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും ആ ഒരു ടൈപ്പ് കേക്കാണിത്. ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായിട്ട്. താങ്ക് യു.